ആന്റിയുടെ പകുതി കാശോ സ്വാധീനവും എനിക്കില്ല. എന്നിട്ടും ഞാൻ ഗോപാലിനെ പലയിടത്തും മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അയാളെ പോലെ തന്നെ വിഷമുള്ള 2 മക്കളും ഉണ്ടായേക്ക്. ഗോപാലിന് ഈ നാട്ടുകാരെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ആന്റി കാണാത്തതുകൊണ്ടാ. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർക്കെതിരെ നിൽക്കാനുള്ള ചങ്കൂറ്റം മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ബാക്കി എല്ലാത്തിനും നമ്മുടെ കൂടെ ദൈവം ഉണ്ടാവും. എന്റെ മോളിന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രായമായെന്ന്. അവള് നിന്നെ പോലെ ഭയങ്കര വാശിക്കാരിയായിരുന്നു. ഒന്നും വിട്ടുകൊടുക്കില്ല, ഒരിക്കലും തോറ്റുകൊടുക്കുകയില്ല. നിന്നെ കാണുമ്പോ എനിക്ക് അവളെ ഓർമ്മ വരും. എന്നാ ആന്റിയുടെ മകള് തന്നെയാ പറയുന്നത്. ഗോപാലിനെതിരെ നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് അയാളെ തകർക്കണം. ചെയ്യാത്ത തെറ്റിന് ഞാൻ ജയിലിലായത് കഷ്ടമായി പോയെന്ന് ചിന്തിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് ആന്റി പരിചയപ്പെടാനാ. ഇപ്പൊ ഗോപാലിന്റെ കൂടെ നിൽക്കാൻ ഗിരിയേട്ടന്റെ അച്ഛനോ ഗിരിയേട്ടനോ ഒന്നുമില്ല. ഇപ്പൊ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അയാൾക്കെതിരെ നീങ്ങിയ അയാളെ നമുക്ക് തകർക്കാം. ഞാൻ മുന്നിൽ നിന്ന് കളിച്ചോളാം. ആന്റി പുറകിൽ നിന്ന് ഒന്ന് താങ്ങി നിന്നാ മാത്രം മതി.